അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഫൈം സ്റ്റോക്ക്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേരൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ മക്കളെയും കൊണ്ട് അവരുടെ ജോബും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സും അവരുടെ മറ്റെല്ലാ ഉത്തരവാദിത്വവും ഒരുപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. മക്കളെയും കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെടില്ല, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മൾക്കിടയിൽ നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടാകാൻ കഴിയുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കുള്ള ഒരു കഴിവാണല്ലോ മൾട്ടി ടാസ്കിങ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ടാകും, മീന എന്തെങ്കിലും വറുക്കുന്നുണ്ടാകും, മക്കൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു സമയത്ത് മാനേജ് ചെയ്യുന്നുണ്ടാകും. പഠിച്ചവന് ചിലപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് തന്നിട്ടുള്ളൊരു കഴിവ് തന്നെയായിരിക്കും ഇത്. കാരണം നമ്മുടെയൊക്കെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പഠിച്ചവൻക്കറിയാം ഇവർക്കാണ് എല്ലാ ടാസ്കും ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവ് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാവും പഠിച്ചവന് അത്തരത്തിലൊരു കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ടാകുക അല്ലേ. അൽഹംദുലില്ലാ. നമ്മൾ ഇത്തിരി ഒന്ന് നമ്മുടെ കംഫർട്ട് സോണിനപ്പുറത്തേക്ക് കടന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അങ്ങനെ എന്തായിക്കോട്ടെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് നമ്മുടെ പ്രയോറിറ്റി തയ്യാറാക്കുക എന്നുള്ളത്. എൻ്റെ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ, എൻ്റെ ജോബ്, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, ഇതൊക്കെ എനിക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളാണ്. ഇതുപോലെയാകും നമുക്ക് പലർക്കും നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ടാകും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം നമുക്ക് വിട്ടുപോയാൽ തന്നെ അതിൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ ആകാതെ കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് ആ കാര്യം കൂടി ചെയ്ത് തീർക്കുക. ഇങ്ങനെ നമ്മൾ ഓട്ടപ്പാച്ചിൽ നടത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന റെസ്റ്റ്, നമുക്ക് വേണ്ടുന്ന ഉറക്കം, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മുടെ സമയം കൊല്ലുന്ന ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയാസ്. അതിൽ നിന്ന് നമ്മൾ കുറേ സമയം നമ്മെ ഒന്നും കൊണ്ട് വലിച്ചൂരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സമയം നമുക്ക് ഇന്ന് കയ്യിലുണ്ട്. നമ്മൾ ഒരു മാസവും നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു മാസത്തിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഒരിക്കലും നമുക്ക് മക്കളൊരു ഭാരമാകരുത്. കാരണം നമ്മൾ യൂട്യൂബിൽ ഏതോ ഒരാൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് മക്കളെയും കൊണ്ട് എൻ്റെ ഉയരങ്ങൾ കീഴടക്കണം. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലൊരു അവയവം പോലെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ എനിക്ക് ഒഴിവാക്കിയിട്ട് എനിക്കൊന്നും നേടണ്ട. എൻ്റെ അവയവങ്ങൾ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ കീഴടക്കണമെന്ന് ഒരു മെയിൻ കോച്ച് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. മക്കൾ നമുക്കൊരിക്കലും ഭാരമാകരുത്. അവരെയും കൊണ്ട് നമ്മൾ വളരണം, മക്കളോടൊപ്പം വളരണം. ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യുക. നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തന്നെ ആദ്യം ഒന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ മക്കളൊക്കെ വളർന്ന് അവർ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു നിലയിലെത്തുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയത്തെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പോൾ എനിക്കത് ചെയ്യായിരുന്നു, ഇത് കാരണം എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മക്കളോട് പോലും പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അവരോട് ഒരു പക്ഷേ നമ്മളന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തിനാ ഞങ്ങളെയും കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ കീഴടക്കാമായിരുന്നില്ലേ എന്ന് അവർ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്കുണ്ടാകില്ല. മക്കൾ വളരുന്നതോടൊപ്പം നമുക്കും പ്രായമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള വഴി നമ്മളായിട്ട് ലാഗ് ചെയ്തോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ വെക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുത്ത് ബ്ലോക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുക. സമയത്തെ നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് കുറച്ച്
കുറച്ച് സമയം ലൈഫിലാകെ എൻ്റർടൈനിന് വേണ്ടി വരും. അതൊരു അരമണിക്കൂറോ 15 മിനിറ്റോ ഒക്കെ ആക്കി ചുരുക്കുക. ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെ വളരാൻ അനുവദിക്കാത്ത ഒരുപാട് വീഡിയോസുകളും വ്ളോഗൊക്കെ നമുക്ക് ഇന്ന് യൂട്യൂബിലും റീൽസായിട്ട് ഇൻസ്റ്റയിലൊക്കെ അവൈലബിളാണ്. അതൊക്കെ കണ്ടിരുന്നതുകൊണ്ട് എൻ്റെ സെൽഫിന് എനിക്ക് എന്താണ് കാര്യം, എന്താണ് പ്രയോജനം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ സമയത്തിന് അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കുക. നിങ്ങൾക്ക് അടുത്ത PSC എക്സാം എഴുതണമെന്നോ അല്ലെങ്കിൽ ഇനി 2027 തോന്നുന്നു LPSൻ്റെ ഒക്കെ എക്സാം വരുന്നത്, അതിലൊക്കെ ഇടം പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ ചുറ്റുമുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെയും അറിയിക്കാതെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ഇൻ്റർനെറ്റുള്ള ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാമിൻ്റെ കോച്ചിങ്ങും ഫ്രീ ആയിട്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ബുക്കുകൾ തിരയാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടെത്താൻ ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് വേണ്ടുന്ന, നമ്മുടെ കഴിവിനെ പരിപോഷിക്കാൻ ആവശ്യമാകുന്ന എന്തും നമുക്ക് നമ്മുടെ കയ്യിലൊരു ഫോണും ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഇന്ന് അവൈലബിളാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം വളരാനുള്ള അവസരം നമുക്കിടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെ ഇതിനൊന്നും സമ്മതിക്കാതിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനൊന്നും കഴിവില്ല എന്നതുകൊണ്ടാകും അവർ സമ്മതിക്കാതിരിക്കുന്നത്. ഇതിനൊക്കെ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ തന്നെ അത് രഹസ്യമായിട്ട് ചെയ്ത് വിജയിച്ച് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാകില്ല. നിങ്ങളുടെ ആകാശം തുറന്നു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ രഹസ്യമായിട്ടെങ്കിലും വളർത്തി കൊണ്ടുവരിക. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തു തുടങ്ങുക. ഒരുപാട് ഡിഗ്രിയൊക്കെ ഉള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോബ് കണ്ടെത്താൻ, ഗവൺമെൻറ് ജോബ് കണ്ടെത്താനൊക്കെ നമുക്ക് എളുപ്പമാണ്. ആ ഗവൺമെൻറ് ജോബിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ നമ്മൾ എഴുതിയെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. നമുക്കൊരു ലക്ഷ്യവും ഇല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് നമുക്കൊരു വിലയും ഉണ്ടാകില്ല. നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ളവരോട് തർക്കിച്ചും അല്ലെങ്കിൽ വെറുതെ ക്യാഷ്വലായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ നമ്മുടെ ടൈം നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്യും. നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം, അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് നല്ലൊരു ബ്ലോക്ക് സിസ്റ്റം തയ്യാറാക്കുക. ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ അതിനും കഴിയില്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കുക. അടുത്ത ദിവസത്തേക്ക് അങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഈ സമയത്ത് ഈ കാര്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ്. മക്കളൊക്കെ സ്കൂളിൽ വിട്ടാൽ ഒരുപാട് സമയം ഫ്രീ ഉണ്ടാകും. അപ്പോൾ അവർ വിടുന്നത് വരെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അവർ സ്കൂളിൽ വിട്ട ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മുടെ സമയം നമുക്ക് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക. നമ്മൾ ഇപ്പോൾ എണീക്കുന്നതിലേറെ 1 മണിക്കൂർ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും. അപ്പോൾ ആ അരമണിക്കൂർ നമുക്ക് ലാഭം കിട്ടുകയാണ്. അതുപോലെ വൈകി ഉറങ്ങുന്നതുകൊണ്ടാവും നമുക്കൊരു പക്ഷേ നേരത്തെ എണീക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങുക, കൃത്യമായിട്ടൊരു റൊട്ടീന് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. ഉറങ്ങാനും ഉണരാനൊക്കെ നമ്മൾ ഫോൺ കണ്ടിരിക്കുമ്പോഴാകും പലപ്പോഴും നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈം വൈകിപ്പോകുന്നത്. ആ സമയം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, ഞാൻ രാത്രി 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ തന്നെ ഒരു ഒരു പ്രതിജ്ഞ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മളൊരു ദൃഢനിശ്ചയം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഒക്കെ മറികടന്നിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ലൈഫിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന കാര്യം. ഈ കാര്യങ്ങൾക്കിടയിൽ പെട്ട് നമ്മുടെ നമ്മുടെ ദുനിയാവൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ കൃത്യമായിട്ടുള്ള 5 വക്തിലുള്ള നിസ്കാരം, ആ സമയത്ത് കൃത്യമായിട്ട് പടച്ചവനോട് ദുആ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റേത് മതം ഫോളോ ചെയ്യുന്ന ആളായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ എവിടേക്കോ വീണ് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത് ദൈവവിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ദൈവവിശ്വാസം ഉണ്ടായിരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. മുസ്ലിംസൊക്കെ ആണെങ്കിൽ
കൃത്യമായിട്ട് നിസ്കരിക്കുക. തഹജ്ജുദൊക്കെ ജീവിതത്തിൻ്റെ പാട്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ആ സമയത്തൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ടൈപ്പ് അനുസരിച്ച് ചില സമയത്ത് ചിലർക്ക് രാവിലെ ഇരുന്നാൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും, ചിലർക്ക് നേരം വൈകി രാത്രി ലേറ്റായിട്ടാവും പഠിക്കാൻ കഴിയുക. അപ്പോൾ ഓരോരുത്തരുടെയും ടൈപ്പ് എന്താണ്, എനിക്ക് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുക, ആ സമയം ചൂസ് ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നേടിയെടുക്കുക. ആ നേടിയെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തെങ്കിൽ നമുക്കതിൽ റിഗ്രറ്റ് തോന്നും. നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാനുണ്ടാകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താലേ ജീവിതം പെർഫെക്റ്റ് ആകൂ എന്നുള്ള ചിന്ത ഒഴിവാക്കുക. നമ്മളെക്കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാകും, അതൊക്കെ നമുക്ക് നീക്കി വെക്കാം. എല്ലാ കാര്യവും എൻ്റെ കയ്യെത്തിയാലേ നേരാകൂ എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ ബ്ലോക്ക് സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഓരോ ടൈം വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് തീർക്കുക. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ആഗ്രഹത്തിനുള്ള ആ സ്റ്റെപ്പ് നമ്മൾ രഹസ്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആഴവും ആവശ്യകതയൊന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രഹസ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുക. എന്നും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളോട് തന്നെ ഷെയർ ചെയ്യുക. നമുക്കതിലേക്ക് എത്തിച്ചേരണം, എനിക്കത് നേടിയെടുക്കണമെന്ന് നമ്മൾ അഫർമേഷൻ പോലെ ചില ഇടയിലുള്ള സമയങ്ങളിലൊക്കെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രയോറിറ്റി നമ്മൾ നല്ല രീതിയിൽ കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൈം നമ്മൾ കണ്ട് വെക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ആ പെർമിഷന് നമ്മൾക്ക് തന്നെ കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ നമ്മുടെ മക്കൾ നമുക്ക് തടസ്സമാകരുമാണ് നമ്മൾ പറയരുത്. അവരെയും കൊണ്ടിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കീഴടക്കണം. അവർ വളരുന്നതോടൊപ്പം നമ്മളും വളരണം. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.